ഇന്ന് ഫസ്റ്റ് ഇയറിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പീരിയോഡിക് ടേബിളിൻ്റെ ഹിസ്റ്ററി ആണ് പറയുന്നത്. പിന്നെ അതിനുശേഷം എലമെന്റ്സിൻ്റെ പീരിയോഡിക് പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് പീരിയോഡിക് ടേബിൾ ഡെവലപ്പ് ചെയ്തത്? ദ പീരിയോഡിക് ടേബിൾ ഈസ് ദ മോസ്റ്റ് യൂസ്ഫുൾ ടൂൾ ടു എ കെമിസ്റ്റ്. ഈ ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി പഠിച്ച ഒരാൾക്ക് പീരിയോഡിക് ടേബിൾ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂള്. കാരണം അവിടെ നമ്മൾ എലിമെന്റ്സിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ എലിമെന്റ്സിനെയും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കാം, ഏത് ഗ്രൂപ്പിലാണ് ഏത് പീരിയഡിലാണ്. കാരണം ഒരേ ഗ്രൂപ്പിൽ വരുന്ന എലിമെന്റ്സിനൊക്കെ ഓൾമോസ്റ്റ് സെയിം പ്രോപ്പർട്ടീസ് ആണ് വരിക. അപ്പോൾ യു ഗെറ്റ് ടു യൂസ് ഇറ്റ് ഓൺ എവറി ടെസ്റ്റ്. ഒരുവിധം എല്ലാ ടെസ്റ്റുകൾക്കും അല്ലെങ്കിൽ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ പീരിയോഡിക് ടേബിൾ റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇറ്റ് ഓർഗനൈസസ് എ ലോട്ട് ഓഫ് ഇൻഫോർമേഷൻ അബൌട്ട് ഓൾ ദ നോൺ എലമെന്റ്സ്. ഇതുവരെ കണ്ടുപിടിച്ച എലമെന്റ്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും. അപ്പോൾ വൈ ദ പീരിയോഡിക് ടേബിൾ ഈസ് ഇമ്പോർട്ടൻറ്റ് എന്ന കാര്യമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി പ്രീ പീരിയോഡിക് ടേബിൾ കെമിസ്ട്രി. പീരിയോഡിക് ടേബിൾ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നത്തെ കെമിസ്ട്രീൻ്റെ ഒരു അവസ്ഥയാണ് പറയുന്നത്. ഇറ്റ് വാസ് എ മെസ്. ഒക്കെ കൂടെ എല്ലാതും കൂടിയും കൂട്ടി വെച്ചിട്ട് നമുക്ക് ഏത് എവിടെ എങ്ങനെ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. ആൻഡ് നോ ഓർഗനൈസേഷൻ ഓഫ് എലമെന്റ്സ് ഒന്നും ഓർഗനൈസ്ഡ് ആയിരുന്നില്ല. പലതും പല രീതിയിലൊക്കെയാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. ഇമാജിൻ ഗോയിങ് ടു എ ഗ്രോസറി സ്റ്റോർ വിത്ത് നോ ഓർഗനൈസേഷൻ. നമുക്കറിയാം, നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഓരോ സാധനങ്ങൾ എവിടെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് അവിടുന്ന് കളക്ട് ചെയ്തെടുക്കാം. നേരെ മറിച്ച് എല്ലാതും കൂടി ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന്ന് ഓരോന്നും ഐഡന്റിഫൈ ചെയ്ത് പെറുക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ സാധനങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അറേഞ്ച് ചെയ്തത്. അതിനൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ അനുസരിച്ചാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കതിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഓരോ സാധനങ്ങളും പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പം അതേപോലെ തന്നെ പീരിയോഡിക് ടേബിളിൽ നമ്മൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡിഫിക്കൾട്ട്. അപ്പോൾ ആ ഒരു പീരിയോഡിക് ടേബിൾ ഇല്ലാത്ത കാലത്ത് ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ടു ഫൈൻഡ് ഇൻഫോർമേഷൻ. അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് അറിയാനൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കെമിസ്ട്രി ഡിഡിൻ മേക്ക് സെൻസ്. കെമിസ്ട്രി എന്ന് പറയുന്നത് യാതൊരു ചിട്ടയും ഇല്ലാത്തൊരു സബ്ജക്റ്റായി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു പീരിയോഡിക് ടേബിൾ ഇല്ലാത്തൊരു കാലത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറേ സയൻറ്റിസ്റ്റുകൾ പല രീതിയിലാണ് ഈ പീരിയോഡിക് ടേബിളിനെ ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ ഹിസ്റ്ററി ഓഫ് ദ മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഓർഗനൈസിങ് ദ എലിമെന്റ്സ്. എ ഫ്യൂ എലിമെന്റ്സ് സച്ച് ആസ് ഗോൾഡ് ആൻഡ് കോപ്പർ ഹാവ് ബീൻ നോൺ ഫോർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. അത് കോയിനേജ് മെറ്റൽസ് ആണ്. നമ്മൾ കോയിനായിട്ട് പണ്ട് കാലത്തെ യൂസ് ചെയ്യുന്ന മെറ്റൽസ് ആണ്. അതുകൊണ്ട് പണ്ട് മുതലേ അറിയുന്ന ഫെമിലിയർ ആയിട്ടുള്ള 2 എലിമെന്റ്സ് ആണ് ഗോൾഡ്, കോപ്പർ, സിൽവർ ഒക്കെ. അപ്പോൾ സിൻസ് ഏൻഷ്യൻ ടൈം വി നോ ദീസ് എലിമെന്റ്സ്. യെറ്റ് ഓൺലി അബൌട്ട് 13 ഹാഡ് ബീൻ ഐഡന്റിഫൈഡ് ബൈ ദ ഇയർ 1700. ഏകദേശം 13 എലിമെന്റ്സ് മാത്രമേ ആ തുടക്കത്തെ സമയത്ത് ഐഡന്റിഫൈ ചെയ്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ 13 എലിമെന്റ്സ് ആകുമ്പോൾ നമ്മൾക്ക് ഒതുങ്ങാവുന്ന ഒരു നമ്പറാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്ത് വെക്കാവുന്ന ഒരു ചെറിയ സംഖ്യയാണ് 13 എന്ന് പറയുന്നത്. അപ്പം അത്ര എലിമെന്റ്സ് ഉള്ളൂ വെച്ചെങ്കിൽ നമുക്ക് എല്ലാവരെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും ഓർത്ത് വെക്കാം. പക്ഷേ പിന്നീട് ആസ് മോർ വേർ ഡിസ്കവേർഡ്, കൂടുതൽ എലിമെന്റ്സ് ഡിസ്കവർ ചെയ്ത് വന്നപ്പോൾ കെമിസ്റ്റ് റിയലൈസ് ദേ നീഡഡ് എ വേ ടു ഓർഗനൈസ് ദ എലിമെന്റ്സ്. കൂടുതൽ എലിമെന്റ്സ് വന്നപ്പോഴാണ് ഇതിനൊരു സിമെട്രിക് ആയിട്ടുള്ളൊരു രീതി വേണം, ഇതിനെ ഓർഗനൈസ് ചെയ്യാൻ ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ളൊരു രീതി വേണം എന്ന് മനസ്സിലാക്കിയത്. ആ ഒരു ഈ ഒരു എഫേർട്ട് വേണം അല്ലെങ്കിൽ ഈ ഒരു കാര്യം വേണം എന്നുള്ളൊരു ഇതെന്നാണ് നമുക്ക് പീരിയോഡിക് ടേബിളിന്റെ ഡെവലപ്മെന്റ് നടന്നത്. During the 19th century, chemists began to categorize the elements according to similarities in physical and chemical
properties. The end result of these studies were our modern periodic table. അപ്പോൾ 19th സെഞ്ച്വറിയിലെ നമ്മൾ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു തുടക്കം കുറിച്ച് കഴിഞ്ഞതാണ്. അവിടെ നമ്മൾ എലിമെൻസിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ സിമിലാരിറ്റീസിനെ ബേസ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്തു, കാറ്റഗറൈസ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഡെവലപ്മെൻറ്റ് തുടങ്ങിയത്. അതിൽ ഫസ്റ്റ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് ജൊഹാൻ ഡോബറേനിയർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ജൊഹാൻ ഡോബറേനിയർ ഇൻ 1829 he classified some elements into group of 3 which he called triads. അപ്പോൾ മൂന്ന് എലിമെൻസിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. ആ ഗ്രൂപ്പിനെയാണ് ട്രയാഡ്സ് എന്ന് വിളിച്ചിരുന്നത്. The elements in a triad had similar chemical properties and orderly physical properties. അപ്പോൾ ആ മൂന്ന് എലിമെൻസിനും സിമിലർ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒരു ഓർഡറിൽ കൂടി വരുന്ന രീതിയിലായിരുന്നു. അപ്പോൾ അവിടെ ജൊഹാൻ ഡോബറേനിയർ ട്രയാഡ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. ട്രയാഡ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിൽ കുറച്ച് ട്രയാഡ്സിൻ്റെ എക്സാമ്പിളും കൂടി അതിൻ്റെ കൂടെ പറഞ്ഞിരുന്നു. അതിലെ എക്സാമ്പിളാണ് കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, അതേപോലെ ലിത്തിയം, സോഡിയം, പൊട്ടാഷ്യം. അപ്പോൾ ഈ ലിത്തിയം, സോഡിയം, പൊട്ടാഷ്യത്തിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അറ്റോമിക് മാസിനെ കുറിച്ച് പറയാം. ലിത്തിയം 7 ആണ്, സോഡിയം 23 ആണ്, ആൻഡ് പൊട്ടാഷ്യം 39 ആണ്. അപ്പോൾ 7 + 39 ലിത്തിയത്തിൻ്റെ അറ്റോമിക് മാസ് പ്ലസ് പൊട്ടാഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് 39. അപ്പോൾ 7 + 39 ചെയ്യുക. എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 23 കിട്ടുക. ദാറ്റ് ഈസ് ദ അറ്റോമിക് മാസ് ഓഫ് സോഡിയം. സോ ദ അറ്റോമിക് മാസ് ഓഫ് സോഡിയം ഈസ് ആവറേജ് ഓഫ് ലിത്തിയം ആൻഡ് പൊട്ടാഷ്യം. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിരുന്നു അതിൻ്റെ അറ്റോമിക് മാസ്. അല്ലെങ്കിൽ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ മിഡിൽ എലിമെൻറ്റ് ഈസ് ഹാഫ് വേ ഓഫ് ദ അതർ ടു. ബാക്കി രണ്ട് എലിമെൻസിൻ്റെ പാതി വഴിയിൽ വന്ന് നിൽക്കുകയായിരിക്കും ആ നടുക്കുള്ള എലിമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ്. അങ്ങനെയാണ് ജൊഹാൻ ഡോബറേനിയർ പറഞ്ഞത്. സോ that is the model of triad. The middle element of each of the triad had an atomic weight and properties halfway of the other two. This relationship is referred as law of triad. ഇതിനെയാണ് നമ്മൾ law of triads എന്ന് വിളിക്കുന്നത്. That was the first work done by Johann Dobereiner, and he was a German chemist. The German chemist ആണ്. He arranged the elements in the increasing order of atomic weight അല്ലെങ്കിൽ അറ്റോമിക് മാസ്. അതായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ്. സെക്കൻഡ് അറ്റംപ്റ്റ് ആരാന്ന് നോക്കാം. AEB ചാൻ കോട്ടോയിസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആയിരുന്നു. ഹി വാസ് നോട്ട് എ കെമിസ്റ്റ്, ഹി വാസ് എ ജിയോളജിസ്റ്റ്. ഒരു ഫ്രഞ്ച് ജിയോളജിസ്റ്റ് ആയിരുന്നു AEB ചാൻ കോട്ടോയിസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ഹി അറേഞ്ച് ദ എലിമെന്റ്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് വെയ്റ്റ് ആൻഡ് മെയ്ഡ് എ സിലിണ്ട്രിക്കൽ പീരിയോഡിക് ടേബിൾ. ഒരു സിലിണ്ട്രിക്കൽ പീരിയോഡിക് ടേബിൾ ആണ് ഡിസൈൻ ചെയ്തത്. പക്ഷേ ഈ സിലിണ്ട്രിക്കൽ പീരിയോഡിക് ടേബിളിന് അത്രയൊരു അട്രാക്ഷൻ പിടിച്ചു പറ്റാൻ കഴിഞ്ഞില്ല. ആൻഡ് there were many drawbacks for this cylindrical periodic table. അതിന് കുറേ പോരായ്മകൾ ഉണ്ടായിരുന്നു ഈ സിലിണ്ട്രിക്കൽ പീരിയോഡിക് ടേബിളിന്. അതുകൊണ്ട് അത് വല്ലാണ്ട് അട്രാക്ഷൻ പിടിച്ച് പറ്റാത്തൊരു വർക്കായിരുന്നു രണ്ടാമത്തെ സയൻറ്റിസ്റ്റ് AEB ചാൻ കോട്ടോയിസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ. നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്ന മൂന്നാമത്തെ സയൻറ്റിസ്റ്റ് ആണ് ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് ആയിരുന്നു. അയാൾ ഒരു ഇംഗ്ലീഷ് കെമിസ്റ്റ് ആയിരുന്നു. In 1863, he suggested that elements be arranged in octaves because he noticed, after arranging the elements in order of increasing atomic mass, that certain properties repeated every 8th element. ഈ ജോൺ ന്യൂലാൻഡ്സ് പറയുന്ന അലക്സാണ്ടർ ന്യൂലാൻഡ്സ് പറയുന്ന സയൻറ്റിസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ he noted that every 8th element had properties similar to first element. എല്ലാ 8ാമത്തെ എലിമെന്റിനും 1ാമത്തെ എലിമെന്റിനോട് സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് വിളിക്കുന്നത് അതിനെയാണ്. അപ്പം നമ്മളെ മ്യൂസിക്കൽ നോട്ട്സിനോട് സിമിലാരിറ്റിയാണ് ന്യൂലാൻഡ്സ് പറഞ്ഞത്. സപ്തസ്വരങ്ങളിൽ പിന്നെ ഏഴ് സ്വരങ്ങൾ കഴിഞ്ഞിട്ട് 8ാമത്തെ സ്വരം എന്ന് പറയുന്നത് വീണ്ടും 1ാമത്തേതിനോട് സിമിലർ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്.
He arranged the elements in the increasing order of atomic weight and noted that every eighth element had properties similar to first element, and this is known as law of octaves. ഇതിനെയാണ് law of octaves എന്ന് പറയുന്നത്. പക്ഷെ this was true only up to കാൽഷ്യം. ഇത് കാൽഷ്യം വരെ കറക്റ്റായി വന്നുള്ളൂ. കാൽഷ്യത്തിന് ശേഷമാണ് നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഒക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ആ ഒരു വ്യത്യാസം വന്നത്. അതുവരെ കറക്റ്റായിട്ട് വന്നു. ലോ ഓഫ് ഒക്ടേവ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരുന്നു. എവറി എയ്ത്ത് എലിമെന്റ് ഷോഡ് സിമിലാരിറ്റീസ് വിത്ത് ഫസ്റ്റ് എലിമെന്റ്. പക്ഷേ ദിസ് വാസ് ട്രൂ ഓൺലി അപ് ടു കാൽഷ്യം. കാൽഷ്യത്തിന് ശേഷം കുറേ ഡിഫറൻസ് അവിടെ കണ്ടെത്തി. അതുകൊണ്ട് അലക്സാണ്ടർ ന്യൂലാൻഡ്സിന്റെ വർക്കിനും അത്രയൊരു ഇമ്പോർട്ടൻസ് കിട്ടിയില്ല. നെക്സ്റ്റ്, ഡിമിട്രി മെൻഡലീവ്. ഇൻ 1869 he published a table of elements arranged in the increasing order of atomic mass. ഡിമിട്രി മെൻഡലീവും ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസിലാണ് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തത്. നെക്സ്റ്റ്, ലോതർ മെയർ. ലോതർ മെയർ ശരിക്കും ഡിമിട്രി മെൻഡലീവിന്റെ തൊട്ട് മുന്നേ ഉള്ള വർക്കാണ് വരുന്നത്. ലോതർ മെയർ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ. എന്നിട്ടാണ് ഡിമിട്രി മെൻഡലീവിന്റെ വർക്ക് വരുന്നത്. അറ്റ് ദ സെയിം ടൈം ഹി പബ്ലിഷ്ഡ് ഹിസ് ഓൺ ടേബിൾ ഓഫ് എലമെന്റ്സ് ഓർഗനൈസ്ഡ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ്. അപ്പൊ ഏകദേശം ഒരേ സമയത്താണ് മെൻഡലീവിന്റെയും ലോതർ മെയറിന്റെയും വർക്ക് വരുന്നത്. ലോതർ മെയർ ആണ് ആദ്യം അയാളെ വർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നിട്ടാണ് ഡിമിട്രി മെൻഡലീവ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബോത്ത് ഓഫ് ദം അറേഞ്ച് ദ എലമെന്റ്സ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് atomic mass and their periodic table were almost similar. ഏകദേശം നല്ല സിമിലാരിറ്റി തോന്നിയിരുന്നു ഇവർ രണ്ടുപേരും ഇൻട്രൊഡ്യൂസ് ചെയ്ത പീരിയോഡിക് ടേബിളിന്. Both Mendeleev and Mayer arranged the elements in the order of increasing atomic mass. Both left vacant space where unknown element should fit. അവർ രണ്ടുപേരും അന്ന് കണ്ടുപിടിക്കാത്ത എലമെന്റ്സിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഒക്കെ ഇട്ടിട്ടാണ് പീരിയോഡിക് ടേബിൾ ഡിസൈൻ ചെയ്തത്. സോ why is Mendeleev called the father of periodic table and not Mayer or both? അപ്പൊ ഇവിടെയാണ് നമുക്ക് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഇവർ രണ്ടുപേരും ഏകദേശം ഒരേപോലെ വർക്ക് ചെയ്തിട്ട് നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ഫുൾ ക്രെഡിറ്റും ഡിമിട്രി മെൻഡലീവിന് എന്തിനാണ് കൊടുക്കുന്നത്? എന്തുകൊണ്ട് ലോതർ മെയറിന് ഈ ക്രെഡിറ്റ് കൊടുത്തില്ല? അതിന്റെ കാരണം, അല്ലെങ്കിൽ രണ്ടുപേർക്കും കൂടിയും ഈ ഇതിന്റെ ക്രെഡിറ്റ് കൊടുത്തില്ല എന്നുള്ളത്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ലോതർ മെയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഈ പറഞ്ഞ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹിസ് വർക്ക് വാസ് നോട്ട് പബ്ലിഷ്ഡ്. നമ്മൾ അന്ന് ഇപ്പോഴത്തെ പോലത്തെ നെറ്റും അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളെ എന്തെങ്കിലും ഒരു സയന്റിഫിക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ പബ്ലിഷ് ചെയ്യണം. അപ്പൊ ഈ ലോതർ മെയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് അയാളെ വർക്ക് പബ്ലിഷ് ചെയ്തില്ല. ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചു എന്നല്ലാണ്ട് ഈ ലോകം അയാൾ ചെയ്ത വർക്ക് അറിഞ്ഞില്ല. പിന്നീടാണ് മെൻഡലീവ് സിമിലർ ആയിട്ടുള്ള വർക്ക് ചെയ്തത്. പക്ഷെ മെൻഡലീവ് അതിന്റെ പബ്ലിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എല്ലാവരും അതിനെക്കുറിച്ച് അറിഞ്ഞു. അതുകൊണ്ടാണ് മെൻഡലീവിനെ ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ മെൻഡലീവ് കുറെ എക്സ്ട്രാ, ലോതർ മെയർ പറഞ്ഞതിനേക്കാളിലും കുറെ എക്സ്ട്രാ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ അതെന്തൊക്കെയാന്ന് നോക്കാം. ഹിസ് പീരിയോഡിക് ടേബിൾ കൺസിസ്റ്റ് ഓഫ് 7 സീരീസ് ആൻഡ് 9 ഗ്രൂപ്പ്സ്. നമ്മളെ പീരിയോഡിക് ടേബിളിൽ ഇപ്പോഴത്തെ നമ്മളെ പീരിയോഡിക് ടേബിളിൽ പീരിയഡ്സ് എന്ന് വിളിക്കുന്നതിനെയാണ് മെൻഡലീവ് സീരീസ് എന്ന് വിളിച്ചിരുന്നത്. ആൻഡ് 9 ഗ്രൂപ്പ്സ് ആണ്. 0 മുതൽ 8 വരെയുള്ള നമ്പറാണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ 9 ഗ്രൂപ്പ്സ് ആണ്. ഇപ്പോഴും നമ്മൾ ഗ്രൂപ്പ്സ് തന്നെയാണ് വിളിക്കുക. ഹി കറക്റ്റ്ലി പ്ലേസ്ഡ് അയോഡിൻ, അവിടെ ബ്രാക്കറ്റിൽ അതിന്റെ ആറ്റോമിക് മാസ് ആണ് കൊടുത്തിട്ടുള്ളത് 126.9 in group 7 along with fluorine, chlorine and bromine, though its atomic weight was lower than that of tellurium. ടെലൂറിയത്തിന്റെ അറ്റോമിക് വെയിറ്റിനെക്കാട്ടിലും കുറവായിട്ട് പോലും നമ്മളിവിടെ പറഞ്ഞതാണ് വി ഷുഡ് അറേഞ്ച് ദ എലിമെന്റ്സ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് എന്നാണ്. അപ്പോൾ ഇവിടെ അയോഡിൻ കഴിഞ്ഞിട്ടേ ടെലൂറിയം വരാൻ പാടുള്ളൂ. പക്ഷെ മെൻഡലീവ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ടെലൂറിയത്തിന്റെ മുന്നേ അയോഡിൻ പ്ലേസ് ചെയ്തു. എന്നിട്ട് ടെലൂറിയത്തിന്റെ ഇൻക്രീസിങ് ഓർഡർ ആണ്. അപ്പൊ ടെലൂറിയത്തിന് ശേഷമാണ് അയോഡിനെ പ്ലേസ് ചെയ്തത്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അയോഡിൻ ഷോ സിമിലാരിറ്റി വിത്ത് ഹാലോജൻ ഫാമിലി മെമ്പേഴ്സ്, ദാറ്റ് ഈസ് ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ എക്സെട്ര. ആ ഒരു സിമിലാരിറ്റി കാണിക്കുന്നത് കാരണമാണ്
മെന്റലീവ് കറക്റ്റായിട്ട് അയോഡിനെ ഫ്ലോറിൻ ക്ലോറിൻ ബ്രോമിൻ്റെ കൂടെ പ്ലേസ് ചെയ്തത്. ദാറ്റ് വാസ് വൺ ഓഫ് ഹിസ് ഇൻ്റലിജൻറ്റ് ഗെസ്. അപ്പോൾ ഇത് അയാളെ ഇൻ്റലിജൻറ്റ് ഗെസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അനദർ വൺ ഈസ് ഹി ലെഫ്റ്റ് ഗ്യാപ്പ് ഫോർ അൺഡിസ്കവേർഡ് എലിമെൻറ്റ്സ്. ഹി ലെഫ്റ്റ് ഗ്യാപ്പ് അണ്ടർ അലുമിനിയം ആൻഡ് ഗ്യാപ്പ് അണ്ടർ സിലിക്കൺ ആൻഡ് കോൾഡ് ദീസ് എലിമെൻറ്റ്സ് ആസ് എക്ക അലുമിനിയം ആൻഡ് എക്ക സിലിക്കൺ. അതിനെ എക്ക അലുമിനിയം എന്നും എക്ക സിലിക്കൺ എന്നും വിളിച്ചു. Mendeleev predicted not only the existence of gallium and germanium but also described some of their general physical properties. മെന്റലീവ് ഇവിടെ എക്ക അലുമിനിയം എക്ക സിലിക്കൺ എന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രോപ്പർട്ടീസും കുറെ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. പിന്നീടാണ് എക്ക അലുമിനിയം എന്ന് പറയുന്നത് ഗാലിയും എക്ക സിലിക്കൺ എന്ന് പറയുന്നത് ജർമാനിയവുമാണ് എന്നുള്ള ഒരു വാസ്തവത്തിലേക്ക് എത്തിയത്. And the word meaning of Eka is next to. അപ്പം next to aluminium, next to silicon എന്നൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. And he predicted their physical properties. Physical properties predict ചെയ്തു. And this physical properties was almost ആൾ predict ചെയ്ത പോലെ തന്നെയാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ physical properties എന്ന് പറയുന്നത് almost correct ആണ്. Then after the discovery of these unknown elements, between 1874 and 1885, the fact that Mendeleev's predictions for gallium and germanium were amazingly close to the actual value. അതാണ് നേരത്തെ പറഞ്ഞത്. ആക്ച്വൽ വാല്യൂനോട് എക്സാക്ട്ലി ഒരു പോയിന്റിന്റെ ഡിഫറൻസ് ഒക്കെ വരുന്നുള്ളൂ. ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരുന്നു മെന്റലീവ് പ്രെഡിക്റ്റ് ചെയ്തത്. സോ ദാറ്റ് വാസ് വൺ ഓഫ് ദ ഇന്റലിജന്റ് ഗെസ് ഓഫ് മെന്റലീവ്. And he introduced the periodic law. The properties of the elements are periodic functions of their atomic weight എന്നാണ് periodic lawയിൽ പറയുന്നത്. The properties of the elements are periodic functions of their atomic weight. ഈ ഒരു ലോ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. അതിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ പാടില്ല. The properties of the elements are a periodic functions of their atomic weight എന്നാണ് മെന്റലീവ് ഇൻട്രൊഡ്യൂസ് ചെയ്ത periodic lawയിൽ പറയുന്നത്. ഇതാണ് മെന്റലീവിൻ്റെ പീരിയോഡിക് ടേബിൾ. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 0 മുതൽ 8 വരെയുള്ള ഗ്രൂപ്പ്സ് ആണ് കാണാൻ കഴിയുന്നത്. 7 സീരീസും വരുന്നുണ്ട്. 7 സീരീസ്. ഇപ്പം നമ്മൾ പീരിയഡ് എന്ന് വിളിക്കുന്നത് സീരീസിനെയാണ്. ദെൻ ഹെൻറി മോസ്ലി. അപ്പം ഇത്രയാണ് നമ്മൾ പീരിയോഡിക് ടേബിളിൻ്റെ ഹിസ്റ്ററിയിലെ മെയിൻ കാര്യങ്ങൾ അവിടെ നടന്നു കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് ആ ഒരു ഓർഡറിലാണ് ഈ സയൻറ്റിസ്റ്റുകളൊക്കെ വർക്ക് നടത്തിയത്. അപ്പോൾ ആദ്യം ഞാൻ നേരത്തെ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് വർക്ക് വാസ് ഡൺ ബൈ ജൊഹാൻ ഡോബറേനിയർ. സെക്കൻഡ് ഹി ഇൻട്രൊഡ്യൂസ്ഡ് ലോ ഓഫ് ട്രയാഡ്സ്. ദെൻ AEB Chan-Cortois. Then John Alexander Newlands, then Lothar Meyer, and finally Dmitri Mendeleev. All of them arranged the elements in the increasing order of atomic mass. And Dmitri Mendeleev introduced periodic law. അടുത്തത് ഹെൻറി മോസ്ലി. ഹെൻറി മോസ്ലിൻ്റെ വർക്കിനെ ബേസ് ചെയ്തിട്ടാണ് അറ്റോമിക് മാസ് എന്നൊരു കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ മാറ്റി ചവിട്ടിയത് അറ്റോമിക് നമ്പർ എന്നൊരു കൺസെപ്റ്റിലേക്ക് എത്തിയത്. ഈ മോസ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് in 1913 Mosley measured the frequency of X-ray emitted by a metal when bombarded with high-speed electrons. അതായത് ഒരു ഹൈ സ്പീഡ് ഇലക്ട്രോൺ വെച്ചിട്ട് മെറ്റലിന് ഹിറ്റ് ചെയ്യുക. അപ്പോൾ അതിന്ന് എക്സ്റേസ് എമിറ്റ് ചെയ്യും. ആ എക്സ്റേൻ്റെ ഫ്രീക്വൻസി മെഷർ ചെയ്തു. എന്നിട്ട് ഹി ഫൗണ്ട് ദാറ്റ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ഫ്രീക്വൻസി വാസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിനോട് ഡയറക്ട്ലി പ്രപ്പോർഷണലാണ് ഈ ഫ്രീക്വൻസിൻ്റെ സ്ക്വയർ റൂട്ട് എന്നുള്ളത് മനസ്സിലാക്കി. A plot of square root of frequency versus atomic number gave a straight line. ഒരു straight line ആണ് തന്നത്. And thus he concluded that atomic number was better fundamental property of an element than its atomic weight. അപ്പോൾ ഈ ഒരു വർക്ക് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത്. അപ്പം മോസ്ലി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഹി ബംബാർഡഡ് മെറ്റൽ വിത്ത് ഹൈ സ്പീഡ് ഇലക്ട്രോൺ. ആ സമയത്ത് എക്സ്റേ എമിറ്റ് ചെയ്തു. ഈ എക്സ്റേൻ്റെ ഫ്രീക്വൻസി മെഷർ ചെയ്തു. എന്നിട്ട് ഈ ഫ്രീക്വൻസിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തിട്ട് ഹി പ്ലോട്ടഡ് എ ഗ്രാഫ് വിത്ത് അറ്റോമിക് നമ്പർ ആൻഡ് ഹി ഫൗണ്ട് ദാറ്റ് ഗ്രാഫ് വാസ് എ സ്ട്രെയിറ്റ് ലൈൻ. ആ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വന്നു. സ്ട്രെയിറ്റ് ലൈൻ ആയപ്പോൾ അയാൾ കൺക്ലൂഡ് ചെയ്തത്
നോട്ട് അറ്റോമിക് വെയ്റ്റ് ബട്ട് അറ്റോമിക് നമ്പർ ഈസ് മോർ അല്ലെങ്കിൽ ബെറ്റർ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി ദാൻ അറ്റോമിക് മാസ്. അറ്റോമിക് മാസിനേക്കാളും നമുക്ക് ഒന്നും കൂടി ഡിപ്പെൻഡ് ചെയ്യാവുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തി ആ എക്സ്പെരിമെന്റിലൂടെ. അപ്പൊ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. Then he introduced modern periodic law. Modern periodic law Moseley ആണ് introduce ചെയ്തത്. According to modern periodic law, the physical and chemical properties of elements are periodic functions of their atomic number. Periodic lawനോട് നല്ല സിമിലാരിറ്റി ഉള്ളതാണ് modern periodic law. അതിൽ പറയുന്നത് the physical and chemical properties of the elements are periodic functions of their atomic number. നേരത്തെ നമ്മൾ പറഞ്ഞത് atomic mass ആണ്, ഇവിടെ മാറ്റം വന്നു atomic number. അപ്പൊ ഇത് അതേപോലെ തന്നെ പഠിച്ചു വെക്കണം, ലോസ് ഒക്കെ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഇനി നമ്മള് അന്ന് ഡെവലപ്പ് ചെയ്ത പീരിയോഡിക് ടേബിളിന്റെ ഒരു സ്ട്രക്ചർ ആണ് അത്. ഇപ്പോഴത്തെ പീരിയോഡിക് ടേബിളിനോട് സിമിലർ ആയിട്ടുള്ള നമ്മള് 118 എലിമെന്റ്സും കണ്ടെത്തിയില്ല, 112 വരെ കണ്ടെത്തിയ ഒരു കണ്ടീഷനിലാണ് ഈ ഒരു പീരിയോഡിക് ടേബിൾ നിൽക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഓരോ ഗ്രൂപ്പ്, നമ്മൾ ഇപ്പോഴത്തെ ഫസ്റ്റ് ഗ്രൂപ്പിനെയാണ് 1A എന്ന് വിളിച്ചിരുന്നത്, സെക്കൻഡ് ഗ്രൂപ്പിനെ 2A എന്ന് വിളിച്ചിരുന്നു, പിന്നെ 13th ഗ്രൂപ്പിനെ 3A, 14th ഗ്രൂപ്പിനെ 4A, 15th ഗ്രൂപ്പിനെ 5A, 16th ഗ്രൂപ്പിനെ 6A, 17th ഗ്രൂപ്പിനെ 7A ആൻഡ് 18th ഗ്രൂപ്പിനെ 8A. ഗ്രൂപ്പ് 3നെ 3B, ഗ്രൂപ്പ് 4 4B, ഗ്രൂപ്പ് 5 5B, ഗ്രൂപ്പ് 6 6B, ഗ്രൂപ്പ് 7 7B, ഗ്രൂപ്പ് 8 9 10 ഒന്നിച്ച് നമ്മൾ അതിനെ 8B എന്ന് വിളിക്കും. ഗ്രൂപ്പ് 11നെ 1B, ഗ്രൂപ്പ് 12നെ 2B. ഇങ്ങനെയാണ് നമ്മൾ പിന്നീട് അതിനൊരു പേരിട്ട് കൊടുത്തത്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും ഇങ്ങനെ റോമൻ ലെറ്റേഴ്സിൽ AB എന്ന് പറഞ്ഞിട്ട് ഓരോ നമ്പർ ഇട്ട് കൊടുത്തിരുന്നു. നെക്സ്റ്റ് ഇത് നമ്മളുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പീരിയോഡിക് ടേബിൾ ആണ് ഇത്. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാവർക്കും അറിയാം, വി അറേഞ്ച് ദ എലിമെന്റ്സ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എലിമെന്റ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 7 പീരിയഡ് ആണുള്ളത്. ഇവിടെ സൈഡിൽ നമ്പർ ഇട്ടിട്ടുണ്ട് 1 to 7. 7 പീരിയഡ് ആണുള്ളത്. ടോട്ടൽ 18 ഗ്രൂപ്പുകളാണുള്ളത്. അതിന്റെ റോമൻ ലെറ്ററിലുള്ള നെയിമിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് വരുന്നത്. പിന്നെ അപ്പൊ നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്ക് നോമൻക്ലേച്ചർ ഓഫ് എലിമെന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്.